സംഗീതത്തിന്റെ കുളിർമഴ നമ്മുടെ മനസ്സിലേക്ക് പെയ്തിറങ്ങുന്ന ITL World Junior Idol Season 2 ഇന്നത്തെ മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ITL World Junior Idol Season 2. കഴിഞ്ഞ എപ്പിസോഡ് വരെ നമ്മൾ കണ്ടിരുന്നത് ITL World Junior Idol Season 2 4th സ്റ്റേജ് ഓഫ് കോമ്പറ്റീഷൻ ആയിരുന്നു. ഇന്ന് മുതൽ right now from this episode onwards we are going to begin our 5th stage of competition of ITL World Junior Idol Season 2. ITL World Junior Idol Season 2. 5th stage ne kurichu namukku koodalayi ariyam, but before that let's welcome our favorite judges Vijay Bal and Anup Shankar. ഈ 5th സ്റ്റേജിൽ നമ്മുടെ ജഡ്ജിംഗ് പാനലിനെ ഒന്നിക്കാൻ ഇവിടെ ഒരു വളരെ സ്പെഷ്യൽ ഗസ്റ്റ് എത്തിയിട്ടുണ്ട്. ദീനദയാലു രാമ എന്ന മനോഹരമായ ഗാനം, ഇതിലൂടെ നമുക്കൊക്കെ പ്രിയങ്കരിയായ ഒരു പ്ലേബാക്ക് സിംഗറാണ് ഈ വേദിയിലേക്ക് വരാൻ പോകുന്നത്. ഇപ്പോൾ റീസെൻ്റായി ഇറങ്ങിയിരിക്കുന്ന ഫ്രൈഡേ എന്ന മൂവിയിലും നല്ല ഒരു മനോഹരമായ ഗാനം ആലപിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ പ്രിയങ്കരിയായി മാറിയിരിക്കുന്ന ഗായത്രി ചേച്ചിയാണ് ഈ വേദിയിലേക്ക് വരാൻ പോകുന്നത്. ലെറ്റ്സ് ഹിയർ ഇറ്റ് ഷഫു. ഗായത്രി ചേച്ചി. ഹായ് ചേച്ചി. ഹലോ മേഘ്ന, വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച്. ഒരുപാട് നന്ദി ചേച്ചി. നമ്മുടെ 5th സ്റ്റേജ് ഓഫ് കോമ്പറ്റീഷൻ ആണ്. ഈ 5th സ്റ്റേജിൽ നമുക്ക് വളരെ ടാലൻറ്റഡ് ആയ 12 കണ്ടസ്റ്റൻസ് ആണുള്ളത്. അപ്പം ഇന്ന് മുതൽ ചേച്ചി നമ്മുടെ ജഡ്ജിങ് പാനലിൽ ഒന്നിക്കാൻ പോവുകയാണ്. ഹൗ ഡു യു ഫീൽ? വളരെയധികം സന്തോഷമുണ്ട്. ജൂനിയർ ഐഡൽ സീസൺ 2 ഭാഗമായി ഇന്ന് ഗസ്റ്റായിട്ട് വരാൻ കഴിഞ്ഞതിൽ. കേരളത്തിലെ ക്രീം തന്നെയാണ് ഈ കോമ്പറ്റീഷനിലുള്ളത്. സൂപ്പർ ടാലൻറ്റഡ് ആയിട്ടുള്ള പിള്ളേരാണ്. ഞാൻ വളരെയധികം റെസ്പെക്റ്റ് ചെയ്യുന്ന ജൂറി, ഇൻക്രെഡിബിൾ മ്യൂസിഷ്യൻസ് ബിജി, അനൂപ്, റിമി. അപ്പോൾ ഇത്ര നല്ല ഒരു ടീമിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മ്യൂസിഷ്യൻസ്. അപ്പോൾ ലുക്കിംഗ് ഫോർവേഡ് ടു ഇന്ന് കുട്ടികൾ എങ്ങനെ പാടും, അവരുടെ പാട്ട് കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പം ചേച്ചി, നമുക്കിപ്പം ഫ്രൈഡേ എന്ന മൂവിയിൽ നല്ലൊരു പാട്ട് ഇപ്പം പാടി. ഇനി പുതിയ പ്രോജക്ട്സ് ഏതൊക്കെയായിരുന്നു? ഇനി പുതിയ പ്രോജക്ട്സ് ലാൽജോ സാറിൻ്റെ പുതിയ സിനിമയുണ്ട്, ഔസേ ബച്ചൻ സാറിൻ്റെ, പിന്നെ രഞ്ജിത്ത് ശങ്കർ സാറിൻ്റെ മെയ് ഫ്ലവർ, കുറേ എണ്ണം ഇറങ്ങാനുണ്ട്. ഇനി നല്ല ഇതൊക്കെയാണ് ഇനിയിപ്പോൾ അടുത്തിറങ്ങാൻ പോകുന്നത്. ഇതൊക്കെയാണ്. ഓൾ ദി ബെസ്റ്റ് ഫോർ ദാറ്റ്. ആൻഡ് അപ്പോൾ നമുക്ക് കോമ്പറ്റീഷൻ ബിഗിൻ ചെയ്യാം അല്ലേ? സോ യു ക്യാൻ ഹാവ് യുവർ സീറ്റ് പ്ലീസ്. ITL World Junior Idol Season 2 5th സ്റ്റേജ് ഓഫ് കോമ്പറ്റീഷൻ ആണ് ഇന്നിവിടെ തുടങ്ങാൻ പോകുന്നത്. ഈ 5th സ്റ്റേജിൽ നമ്മുടെ കണ്ടസ്റ്റൻസിന് വളരെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള 4 റൗണ്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് നമ്മുടെ നൊസ്റ്റാൾജിക് റൗണ്ട് ആണ്. സെക്കൻഡ് വൺ ഈസ് റെട്രോ സ്റ്റൈൽ റൗണ്ട്. തേർഡ് വൺ ഈസ് ഡ്യുവറ്റ് റൗണ്ട്. And the final one is legendary combination round. So ഇനി നമുക്ക് ഈ റൗണ്ടുകളെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അനുവേട്ടനിൽ നിന്ന് തന്നെ അറിയാം. അനുവേട്ട. മേഘ്ന, 4 റൗണ്ടുകളിലാണ് നമ്മുടെ കുട്ടികൾ ഇപ്രാവശ്യം കോമ്പീറ്റ് ചെയ്യുന്നത്. വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള, സിംഗിങ്ങിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള 4 റൗണ്ടുകളാണ്. ഒന്ന് നൊസ്റ്റാൾജിയ റൗണ്ട്, അതായത് മലയാളികൾക്ക് ഗൃഹാതുരത്വം തോന്നുന്ന നല്ല ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൗണ്ട്. രണ്ടാമത് ദ ലെജൻഡറി കോമ്പിനേഷൻ റൗണ്ട്, അതായത് ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ, ലിറിക് റൈറ്റർ, അവരുടെ ഒരു ഗ്രേറ്റ് കോമ്പിനേഷൻ വരുന്ന ഒരു റൗണ്ടുകൾ. ഫോർ എക്സാമ്പിൾ വയലാർ ദേവരാജൻ, ദക്ഷിണാമൂർത്തി, ശ്രീകുമാരൻ തമ്പി. മലയാളം മാത്രമല്ല, തമിഴും ഹിന്ദിയിലും പാട്ടുകൾ അവർക്ക് തിരഞ്ഞെടുക്കാം. പിന്നെ ഒരെണ്ണം റെട്രോ സ്റ്റൈൽ റൗണ്ടാണ്. പഴയ കാലത്തെ ഒരു ഒരു എനർജറ്റിക് സോങ്സ് നമ്മുടെ മുമ്പിൽ നല്ല ക്വാളിറ്റി മ്യൂസിക് സോങ്സ് കൊണ്ടുവരുന്ന ഒരു ബ്യൂട്ടിഫുൾ റൗണ്ട്. ആൻഡ് വൺ മോർ റൗണ്ട്, അത് ഡുവറ്റ് റൗണ്ടാണ്. നമ്മുടെ കോമ്പറ്റീഷനിലുള്ള കണ്ടസ്റ്റൻസ് തന്നെ പെയർ ചെയ്തിട്ട് നല്ല ഡുവറ്റ് സോങ്സ് നമുക്ക് വേണ്ടി പ്രസന്റ് ചെയ്യുന്നു. ആൻഡ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്സ് ആണ് എല്ലാവരും പാടുന്നത്. സ്പെഷ്യൽ താങ്ക്സ് ടു ബിജി ചേട്ടൻ വൺസ് അഗൈൻ, ബിക്കോസ് ചേട്ടൻ ഒരുപാട് നല്ല സോങ്സ് നമുക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹോപ്പ്ഫുള്ളി ഇതുവരെ നമ്മൾ കണ്ട സ്റ്റേജസിൽ വെച്ച് ഏറ്റവും നല്ല സ്റ്റേജായി ഇത് മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ.
അപ്പോൾ അനൂപേട്ടൻ പറഞ്ഞതുപോലെ നമുക്ക് കാത്തിരുന്ന് കാണാം നമ്മുടെ 5th സ്റ്റേജ്. ഇനി ഇന്നത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് പെർഫോമറെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഡ്യുവറ്റ് റൗണ്ടിൽ പെർഫോം ചെയ്യാൻ എത്തുന്നു ശരത് ആൻഡ് ഐഷ ഷെറിൻ. ലെറ്റ്സ് ഹിയർ ഇറ്റ് ഫോർ ശരത് ആൻഡ് ഐഷ. ഞാൻ ആരിൽ നിന്ന് തുടങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. ഐഷ, 5th സ്റ്റേജ് ആയി, സന്തോഷമായില്ലേ? സന്തോഷമായി. ശരത്, സന്തോഷം. എങ്ങനെ ഉണ്ടായിരുന്നു 4th സ്റ്റേജ്? നല്ലതായിരുന്നു. 5th സ്റ്റേജിൽ 4 റൗണ്ടുകളാണല്ലേ? അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് റൗണ്ടാണ് ഇത്. ഡ്യുവറ്റ് സോങ് റൗണ്ടിൽ രണ്ടുപേരും ഏത് സോങ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? ദിൽ എന്ന മൂവിയിലെ ഉണ്ണികൃഷ്ണൻ സാറും സുജാത ചേച്ചിയും പാടിയ ഉൻ സമയലറയിൽ. ഓക്കെ, അപ്പം തകർക്ക. നിങ്ങളാണ് 5th സ്റ്റേജ് തുടങ്ങാൻ പോകുന്നത്. യെസ്. ഓൾ ദ ബെസ്റ്റ്. ലെറ്റ്സ് വാച്ച് ഇറ്റ്. சமையலறையில் நானுப்பா சக்கரையா, நீ படிக்கும் அறையில் நான் கண்களா புத்தகமா, உன் சமையலறையில் நானுப்பா சக்கரையா, நீ படிக்கும் அறையில் நான் கண்களா புத்தகமா, நீ விரல்கள் என்றால் நான் நகமா மோதிரமா, நீ அழகு என்றால் நான் கவியா ஓவியனாவும், சமையலறையில் நானும் சக்கரையா, நீ படிக்கும் அறையில் நான் கண்களா புத்தகமா. நான் தீண்டல் என்றால் நீ விரலா ஸ்பரிசங்களா, நீ குழந்தை என்றால் நான் தொட்டில தாலாட்டா, நீ தூக்கம் என்றால் நான் மடியா தலையணையா, நான் இதயம் என்றால் நீ உயிரா துடி துடிப்பா, உன் சமையலறையில் நானுப்பா சக்கரையா, நீ படிக்கும் அறையில் நான் கண்களா புத்தகமா. நீ விதைகள் என்றால் நான் வேறா விளை நிலமா, நீ விருது என்றால் நான் பசியா ருசியா, நீ கைதி என்றால் நான் சிறையா தண்டனையா, நீ மொழிகள் என்றால் நான் தமிழோசிகளா, நீ புதுமை என்றால் நான் பாரதியா பாரதிதாசனா, நீ தனிமை என்றால் நான் துணையா தூரத்திலா, நீ துணைதான் என்றால் நான் பேசவா யோசிக்கவா, நீ திரும்பி நின்றால் நான் நிற்கவா போய்விடவா, நீ போகிறாய் என்றால் நான் அழுக்கவா அழுதிடவா, நீ காதல் என்றால் நான்
ആയിഷ ആൻഡ് ശരത് നല്ലൊരു റൊമാൻറ്റിക് സോങ്, നല്ല റൊമാൻറ്റിക് ആയിട്ട് തന്നെ പാടി. പക്ഷെ അഭിനയത്തിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ശരത് ഒരുപടി മുന്നിൽ തന്നെയാണെന്ന് തോന്നുന്നു. എന്തായിരുന്നു അഭിനയം? എന്തായാലും തകർത്തു. ഇനി നമുക്ക് കമന്റ്സ് അറിയാം. ഓക്കെ, ശരത് ആൻഡ് ആയിഷ വിതൗട്ട് എക്സാജറേഷൻ ഒരു സിനിമ വിഷ്വൽ കാണുന്ന പോലെ ഉണ്ടായിരുന്നു. വെരി വെരി ബ്യൂട്ടിഫുൾ പെർഫോമൻസ്. ആദ്യം തന്നെ പെർഫോമൻസിനുള്ള കോംപ്ലിമെന്റ്. ആൻഡ് കമ്മിങ് ടു ദ സോങ്, വിദ്യാസാഗർ എന്ന ഗ്രേറ്റ് മ്യൂസിക് ഡയറക്ടറുടെ ഒരു നല്ല കമ്പോസിഷൻ, വെരി ബ്യൂട്ടിഫുൾ കമ്പോസിഷൻ ഉണ്ണികൃഷ്ണൻ ആൻഡ് സുജാത ചേച്ചി പാടിയിരിക്കുന്നു. ഈ പാടിന്റെ ഒരു പ്രത്യേകത, ഇത് പാടിയ ഉണ്ണിച്ചേട്ടനും സുജാത ചേച്ചിക്കും വിദ്യാസാഗർക്കും എല്ലാവർക്കും സ്റ്റേറ്റ് അവാർഡാണ് ഫോർ ദ ബെസ്റ്റ് കമ്പോസർ, മെയിൽ പ്ലേ ബാക്ക് സിംഗർ, ഫീമെയിൽ പ്ലേ ബാക്ക് സിംഗർ. ഇത് എഴുതിയത് കപിലൻ എന്ന കവിയുമാണ്. ശരത് വെരി ഗുഡ് ജോബ്. ഐഷ ഓൾസോ വെരി വെരി ഗുഡ് ജോബ്. നന്നായിട്ട് പാടി. ഈ പാടിന് വേണ്ട ഒരു റൊമാൻറ്റിക് ഫീൽ നമ്മളിലേക്ക് നിങ്ങൾക്ക് മെയിൻലി കൺവേ ചെയ്യാൻ സാധിച്ചു. ആൻഡ് ചെറിയ കാര്യങ്ങൾ, ബിക്കോസ് ഗ്രൂമർ എന്ന നിലയ്ക്ക് നിങ്ങൾ ഗ്രൂമിങ്ങിൽ ഇതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പാടിയിരുന്നു ഗ്രൂമിങ് സെഷൻസിൽ. ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഐഷയുടെ ഫസ്റ്റ് പല്ലവി ഇതളുകൾ വസ് ഒരു ചെറിയ പിച്ച് ഔട്ട് ഉണ്ടായിരുന്നു. ആൻഡ് ശരത്തിന്റെ ലാസ്റ്റ് പോർഷനിൽ ചെറിയൊരു വെള്ളി വീണു, കുഴപ്പമില്ല, ഒരു ഭംഗിയുള്ള വെള്ളിയായിരുന്നു. പിന്നെ തവര എന്ന് പറഞ്ഞ സ്ഥലത്തും ഒരു ശ്രുതി മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ദ മീൻ ടൈം നീ പുതുമൈ എന്റാൽ ഞാൻ ഭാരതിദാസന എന്ന പോർഷനിലെ സംഗതി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ശരത്ത് പാടി. ഐഷയുടെയും ഒരുപാട് പോർഷൻസ് എക്സലന്റ് ആയിരുന്നു. ആൻഡ് ഓവറോൾ ഇറ്റ് വാസ് ഡെഫിനറ്റ്ലി എ വെരി ഗുഡ് പെർഫോമൻസ്. ഓൾ ദി ബെസ്റ്റ്. ഗായത്രി ചേച്ചി. ശരത് ആൻഡ് ഐഷ മനോഹരമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഓവറോൾ പാട്ട് സമയത്ത് മുഴുവൻ ഒരു വേറൊരു റൊമാൻറ്റിക് വേൾഡിലേക്ക് ഞങ്ങളെല്ലാവരെയും കൊണ്ടുപോയി. ഞാൻ ശരിക്കും 100% എൻജോയ് ചെയ്തു നിങ്ങളുടെ സിംഗിങ്. പിന്നെ ടെക്നിക്കലി അനൂപ് പറഞ്ഞ മാതിരി ചെറിയ ചില ഡിഫക്ട്സ് ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം എനിക്ക് തോന്നുന്ന പാട്ടിൻ്റെ ഒരു ഓവറോൾ എഫക്റ്റിനെ അത് കളഞ്ഞിട്ടില്ല. ചെറുതായിട്ട് എസ്പെഷ്യലി ആയിഷ കുറച്ച് ഗ്ലൈഡിങ് നോട്ട്സ് ഒക്കെ വരുമ്പോൾ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയി പാടാൻ നോക്കണം. ശരത്ത് എനിക്ക് അതുമാതിരി തോന്നിയത് കുറച്ചൊരു ഏകാരത്തിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ആ എന്നുള്ളത് അക്കാരമായിട്ട് തന്നെ പാടണം. അപ്പം അത് ലൈറ്റ് മ്യൂസിക്കിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് എ വെരി വെരി ബ്യൂട്ടിഫുൾ പെർഫോമൻസ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ശരത്, ആയിഷ, മനോഹരമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സർ. അസലായിട്ട് നല്ല നല്ല ഗെറ്റപ്പും നല്ല എല്ലാം കൊണ്ടും നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. എനിക്ക് ആകെ തോന്നിയത് ഇത് നിങ്ങളുടെ ഏറ്റവും നല്ല പെർഫോമൻസ് അല്ല ഇതെന്ന് എനിക്ക് തോന്നുന്നു. പെർഫോമൻസ് അല്ല, സിംഗിങ് അല്ല എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്കും അറിയാവുന്നത് പോലെ അല്ലേ, ഒരുപാട് ക്രൊമാറ്റിക് നോട്ട്സും ഗാന്ധാരമൊക്കെ 2 ഗാന്ധാരങ്ങളുണ്ട്. അത് അവിടെ നിന്ന് മറ്റേ ഗാന്ധാരം ഷിഫ്റ്റ് ചെയ്യുന്നു. അതൊക്കെ ചെറുതായിട്ട് ഡൗട്ട്ഫുൾ ആയിരുന്നു അനുപല്ലവിയിൽ, പ്രത്യേകിച്ച് ചരണത്തിൽ മോൻ്റെ ശരത്തിൻ്റെ. ഐഷയുടെ പല്ലവി തൊട്ട് ചെറുതായിട്ട് എന്തോ തൊണ്ടയിൽ എന്തോ അലട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. അത്ര എനിക്ക് തോന്നിയുള്ളൂ. പക്ഷെ എല്ലാം കൊണ്ടും ഇതൊരു ടോട്ടാലിറ്റിയാണ് നമ്മൾ ഇത്തരം റൗണ്ട്സിലൊക്കെ നമ്മൾ നോക്കുന്നത്. അങ്ങനെ നോക്കിയാൽ വളരെ മനോഹരമായിരുന്നു കേട്ടോ. താങ്ക് യു ബിജേട്ടാ, ശരത് ആൻഡ് ആയിഷ. ഇനി നമുക്ക് മാർക്സ് അറിയാം. അപ്പം ആദ്യം നമുക്ക് ശരത്തിന്റെ മാർക്ക് അറിഞ്ഞാലോ? ഓക്കെ, ശരത്തിന് തന്നെ തുടങ്ങാം. അനുപേട്ട ഓൺ 30 ശരത്തിന് എത്ര മാർക്കാണ്? ഒരു കാര്യം കൂടി, വിദ്യാജി ഇത് ധർമാവതി എന്ന രാഗത്തിലാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ പാട്ടിന്റെ ഏറ്റവും വലിയ ലൈഫ് എന്ന് പറയുന്നത് ഇതിന്റെ ബാക്കിംഗ് കോർഡ്സ് ആണ്. മോൻചേട്ടൻ വാസ് വെരി ഗുഡ്. ചേട്ടാ സൂപ്പർബായിരുന്നു. ഓർക്കസ്ട്രയ്ക്ക് ഒരു വലിയ താങ്ക്സ്. ആൻഡ് ശരത്തിന്റെ സ്കോർ 27 out of 30. താങ്ക് യു സർ. 27 on 30. ഗായത്രി ചേച്ചി ഓൺ 30. 26.5. 26.5. ബിജേട്ടാ ഓൺ 30. ശരത്തിന് 26.5 തന്നെ. 26.5. ഇനി ഓവറോൾ പെർഫോമൻസിന് എത്ര മാർക്ക് നോക്കാം. ശരത്, ബിജേട്ടാ? ഞാൻ എക്സ്പ്രഷന് 2.75 on 3. ഗായത്രി ചേച്ചി? 2.75. താങ്ക് യു ചേച്ചി. 2.75 on 3. അനുപേട്ട? Style, attitude and performance was definitely excellent. 4 out of 4. താങ്ക് യു സർ. Thank you, Anubeta. Sharath, your total score is 89.5 on 100. Sharath, okay, നമുക്കിനി ആയിഷന്റെ മാർക്ക് അറിയാം അല്ലേ? ഓക്കെ,
ബിചേട്ടാ on 30. 26.25. 26.25. ഗായത്രി ചേച്ചി 26.5. 26.5. അനൂപേട്ട on 30. മോളെ 26.5. ആയിഷ, ഇനി നമുക്ക് ഓവറോൾ പെർഫോമൻസിന്റെ മാർക്ക് അറിയാം. അനൂപേട്ട മോളെ സ്റ്റൈൽ, ആറ്റിറ്റ്യൂഡ് ആൻഡ് പെർഫോമൻസ് വാസ് ഈക്വലി ദ സെയിം, 4 out of 4. ഫുൾ സ്കോർസ് on 4. ഗായത്രി ചേച്ചി on 3. 2.5. 2.5. ബിചേട്ടാ on 3. Expression 2.75. Thank you, Vijayata. Aisha, your total score is 88.5 on 100. കുഴപ്പമില്ല അല്ലേ? അപ്പം ഹാപ്പി ആയാലോ രണ്ടുപേരും? ഇനി 3 റൗണ്ടുകൾ കൂടെ ബാക്കിയാണ്. അതിൽ നന്നായിട്ട് പെർഫോം ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും. ഈ പാട്ട് ഉദ്ദേശിക്കുന്ന അതേ ഭാവം തന്നെ മോൻ പാടി. വിടുവായൻ തവളകൾ പതിവായി കരയുന്ന നടവരം ഓർമ്മയിൽ കണ്ടു. വളരെ ടച്ചിങ് ആയിട്ട് പാടി, നന്നായിരുന്നു. जैसा कोई मेरी जिंदगी में आए तो बात बन जाए, वो बात बन जाए. എൻ്റെ ചെറുപ്പകാലത്തെ താരാട്ടുപാട്ടായിരുന്നു ഈ പാട്ട്. फूल को बहार, बहार को चमन, दिल को दिल, बदन को बदन. ഒരു ജനറേഷനെ മുഴുവൻ ഇൻടോക്സിക്കേറ്റ് ചെയ്ത ഒരു പാട്ടാണിത്. Junior Idol, Ideal World Junior Idol Season 2. Jai Hind TV, for the family, for the nation. അങ്ങനെ നമ്മുടെ 5th സ്റ്റേജിലെ ഫസ്റ്റ് പെർഫോമൻസ് നമ്മൾ എല്ലാവരും ആസ്വദിച്ചു. അടുത്തതായി ഈ വേദിയിൽ നൊസ്റ്റാൾജിയ റൗണ്ടിൽ പെർഫോം ചെയ്യാൻ എത്തുന്നു ഫിഡൽ. ലെറ്റ്സ് ഹിയർ ഇറ്റ് അപ്പ് ഫോർ ഫിഡൽ. ഫിഡൽ, 5th സ്റ്റേജ് ആയില്ലോ. സന്തോഷം? കോഴിക്കോടെല്ലാം എന്ത് പറയുന്നു? സുഖം തന്നെ. സുഖം. അപ്പം ഇന്ന് ഏത് സോങ്ങാ പാടാൻ പോകുന്നത്? ഇന്ന് അറബിക്കഥ എന്ന മൂവിയിലെ ബിജുപാൽ സാറിന്റെ തിരികെ ഞാൻ വരുമെന്ന്. ഓക്കെ, നന്നായിട്ട് പാടാ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ലെറ്റ്സ് വാച്ച് ഇറ്റ്. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും. തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും. വിടുവായൻ തവളകൾ പതിവായി കരയുന്ന നടവരം ഓർമ്മയിൽ കണ്ടു. വെയിലേറ്റുവാടുന്ന ചെറുമികൾ തേടുന്ന തണലും തണുപ്പും ഞാൻ കണ്ടു. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും. തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും. ഒരു വട്ടിപ്പൂവുമായി അകലത്തെ അമ്മ
കൊതിക്കാറുണ്ടെന്നും. ചങ്കിലെ കേക്കണ മണ്ണിന്റെ താളം തുഴപോയ തോണിയിൽ തകരുന്ന നെഞ്ചിലെ തുടികൊട്ടും പാട്ടായി ഞാനും. തുഴപോയ തോണിയിൽ തകരുന്ന നെഞ്ചിലെ തുടികൊട്ടും പാട്ടായി ഞാനും. മനമുരുകി പാടുന്ന പാട്ടിൽ മരുപക്ഷി ഇടയുന്ന ചിറകൊച്ച കേട്ടു. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും. തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും. വിടുവായൻ തവളകൾ പതിവായി കരയുന്ന നടവരം ഓർമ്മയിൽ കണ്ടു. വെയിലേറ്റു വാടുന്ന ചെറുമികൾ തേടുന്ന തണലും തണുപ്പും ഞാൻ കണ്ടു. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും. തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും. തത്തിന്തകത്തെയ്തോ 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 ശങ്കിലെ കേക്കണ മണ്ണിന്റെ താളം. തത്തിന്തകത്തെയ്തോ 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 ശങ്കിലെ കേക്കണ മണ്ണിന്റെ താളം. ഫിഡൽ നന്നായിരുന്നു. ഫിഡൽ നന്നായിട്ട് പാടി. കോറസ് സപ്പോർട്ട് ചെയ്തല്ലോ അല്ലേ? ഒരു സ്ഥലത്ത് ബ്ലാങ്ക് ആയിപ്പോയി. എന്ത് പറ്റി? അറിയില്ല. ഓക്കെ, അത് നമുക്ക് അറിയാം. കൂടുതലായിട്ട് ജഡ്ജസിന്റെ അടുത്ത് തന്നെ ചോദിക്കാം. നമുക്ക് നമ്മുടെ ഈ സോങ്ങിന്റെ ക്രിയേറ്ററിൽ നിന്ന് തന്നെ തുടങ്ങാം. ബിച്ചേട്ടാ. ഫിഡൽ നന്നായിരുന്നു കേട്ടോ, നന്നായിട്ട് പാടി, നല്ല ഫീൽ ഉണ്ടായിരുന്നു. ഈ പാട്ട് ഉദ്ദേശിക്കുന്ന അതേ ഭാവം തന്നെ മോൻ പാടി കേട്ടോ. വേറെ തെറ്റുകളൊന്നും എനിക്ക് പ്രത്യേകിച്ച് തോന്നിയില്ല. പാടിയപ്പോൾ ഉണ്ടായിരുന്ന ചില ഇതുണ്ട്. ഇപ്പൊ കോറസിന്റെ ഭാഗത്താണ് അതെനിക്ക് തോന്നുന്നു. കോറസ് ഉള്ള കോഡ് അനുസരിച്ചുള്ള പാട്ട് വെറുതെ കോറസാണല്ലോ പാടിയത്. പിന്നെ ഒന്നും എനിക്ക് തോന്നിയില്ല. എല്ലാം ഫീൽഫുൾ ആയിട്ടാണ് പാടിയത് കേട്ടോ. വേറെ ഈ പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഈ നൊസ്റ്റാൾജിയ റൗണ്ട് എന്നൊരു പേര് ഇത് ചെയ്തപ്പോൾ തന്നെ ഈ പാട്ടിനെ കുറിച്ച് ഓർത്തപ്പോൾ ദാസാറ് പാടാൻ കയറിയപ്പോഴേ അദ്ദേഹം ചോദിച്ചു, ഇതെല്ലാം പാടി ട്യൂണൊക്കെ കേട്ടു. അദ്ദേഹം വരികളൊക്കെ വായിച്ചിട്ട് ഇതിൽ വെച്ചിട്ട് എന്നോട് ചോദിച്ചു, ഇത് എന്താണ് എൻ്റെ ഇത് ഭാവം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞു. നൊസ്റ്റാൾജിയൊക്കെ വിടുക, അതൊക്കെ പുതിയ വാക്കല്ലേ, ഞാൻ ചിരിക്കണോ കരയണോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഈ വാക്ക് കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെ അതാണ് എനിക്ക് ഓർമ്മ വരിക. എന്തായാലും നന്നായിട്ട് പാടി കേട്ടോ. ഫിഡൽ വളരെ വളരെ ഗംഭീരമായിട്ട് പാടി. ശരിക്കും ആ സെക്കൻഡ് ചരണത്തിന്റെ ഒക്കെ പല പോർഷൻസ് വളരെ മൂവിങ് ആയിരുന്നു, വളരെ ടച്ചിങ് ആയിട്ട് പാടി, നന്നായിരുന്നു. ആകെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ കുറച്ചൊരു ഫസ്റ്റ് ചരണം മാത്രം തുടക്കം എനിക്ക് കുറച്ചൊരു സ്ട്രെയിൻ ഫീൽ ചെയ്തു വോയിസിൽ. ചില ഒരു പെർട്ടിക്കുലർ നോട്ട് എത്താത്ത മാതിരി തോന്നി. പക്ഷെ അത് നോക്കേണ്ട കാര്യമില്ല, അത് നെഗ്ലിജിബിൾ ആണ്. കാരണം ബാക്കിയുള്ള പോർഷൻസ് ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയുണ്ട്. ഇപ്പോഴും ദുബായിലൊക്കെ പോകുമ്പം ഏറ്റവും അധികം റിക്വസ്റ്റ് വരുന്ന പാട്ടുകളിൽ ഒന്നാണിത്. കാരണം എനിക്ക് തോന്നുന്ന ഒരു കാലഘട്ടത്ത് ഏറ്റവും ടച്ച് ചെയ്തൊരു പാട്ടാണത്. അപ്പം ബിജിയെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഈ പാട്ട് കമ്പോസ് ചെയ്തതിൽ. ആൻഡ് താങ്ക്സ് ഫോർ സെലക്ടിങ് ദിസ് സോങ്. വെരി ഗുഡ്. ഫിഡൽ, ആദ്യം തന്നെ ബിജി ചേട്ടന് ഒരു വലിയ വലിയ താങ്ക്സ് ഉണ്ട് ഫോർ ഗിവിങ് എസ് സച്ച് എ ബ്യൂട്ടിഫുൾ സോങ്സ്. അത് മാത്രമല്ല, മറ്റൊരു സ്പെഷ്യാലിറ്റി ഇതിൻ്റെ ഒരു വേർഷൻ പാടിയിട്ടുള്ള ഗായത്രിയാണ്. അപ്പോൾ രണ്ട് ക്രിയേറ്റേഴ്സ്, ഇതിൻ്റെ പുറകിലുള്ള രണ്ട് ഒറിജിനൽ പേഴ്സണാലിറ്റീസ് ആർ ഔട്ട് ഹിയർ. അപ്പം അങ്ങനെ ഒരു സൗഭാഗ്യം നമുക്കിന്നുണ്ട്. പിന്നെ ഈ പാട്ടിൻ്റെ ഏറ്റവും വലിയ ഒരു
സവിശേഷത എന്നെ സംബന്ധിച്ച്, അതായത് ഒരു പക്ഷേ ഇത് ഗായത്രിയേക്കാളും ബിജേട്ടനേക്കാളും ഈ പാട്ടിൻ്റെ ഒരു റിസൾട്ട് അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ് ഞാൻ. ബിക്കോസ് ഇത് പാട്ടിറങ്ങിയ സമയത്ത് ഇവിടെ നിന്ന് ദുബായിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്തിരുന്നു, ഒരു റേഡിയോ പ്രോഗ്രാം ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരമാണ് ആ പ്രോഗ്രാം ബ്രോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ 3 വർഷം ആ പ്രോഗ്രാം ചെയ്തു. 3 വർഷവും ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നിട്ടുള്ള പാട്ട് ഇതാണ്, തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാൻ. ബിക്കോസ് എനിക്ക് തോന്നുന്നില്ല ബിജേട്ടാ, പ്രവാസി മലയാളിയെ സംബന്ധിച്ച് ഇതിനേക്കാളും അവരുടെ ഈ നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞ വികാരം അവർക്ക് കൺവേ ചെയ്തിട്ടുള്ള വേറൊരു പാട്ട് മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഇറ്റ്സ് നോട്ട് എ കോംപ്ലിമെന്റ്, ഇറ്റ്സ് എ ഫാക്ട്. ആൻഡ് ഈ നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞ വാക്ക് അതിനൊരു വ്യക്തമായ മലയാള അർത്ഥമില്ല. നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് ഓൺലി എ ലോങ്ങിങ് ഫോർ ഗുഡ് ടൈംസ്. നമ്മുടെ നല്ല സമയത്തേക്ക് നമുക്ക് തിരിച്ചെത്താനാകുമോ എന്നൊരാഗ്രഹം, അതാണ് ഈ നൊസ്റ്റാൾജിയയുടെ ഒരു ലിറ്ററൽ ട്രാൻസ്ലേഷൻ എന്ന് പറയുക. അപ്പോൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സോങ് നമ്മൾക്ക് പാടിത്തന്ന ഫിദലിന് ആദ്യം പ്രത്യേക ഒരു നന്ദി. എനിക്ക് ഇന്നത്തെ മോൻ്റെ പാട്ട് കേട്ടിട്ട് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം, മോൻ ഇതുവരെ പ്രീവിയസ് റൗണ്ട്സിലൊക്കെ പാടുന്നത് ഭയങ്കര ഓപ്പൺ ത്രോട്ടഡ് ആയിട്ട് നല്ലൊരു ശബ്ദത്തിന് ഉടമയാണ്, ബ്രൈറ്റ് വോയിസിന് ഉടമയായിട്ടുള്ളൊരു ഗായകനാണ് ഫിദൽ. ഇന്നാണ് മോൻ ജൂനിയർ ഐഡലിൽ ഇതുവരെ പാടിയതിൽ ഏറ്റവും ഫീൽഫുൾ ആയിട്ട് നമുക്ക് ഒരു പാട്ട് പ്രസന്റ് ചെയ്തത്. ശരിക്കും അതിൻ്റെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മോൻ പാടി. ആൻഡ് ഇതിൻ്റെ കറക്ഷൻസ് ഇവർ രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞു. അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ബിജി ബാല എന്ന മ്യൂസിക് ഡയറക്ടർ 10,000-20,000 പാട്ടുകൾ ചെയ്യും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ, പക്ഷേ ഹിൽ ബി റിമെമ്പേർഡ് ഓൾവേസ് ഫോർ ദിസ് ബ്യൂട്ടിഫുൾ സോങ്. താങ്ക് യു ചേട്ടാ. ഓൾ ബ്ലെസ് യു. താങ്ക് യു ജഡ്ജസ്. ഫിറൽ, നമുക്കിനി മാർക്സ് അറിഞ്ഞാലോ? ഓക്കെ, ബിജേട്ടാ ഓൺ 30. മാർക്ക് പറയുന്നതിന് മുമ്പ് ഞാൻ ഗായത്രി പരാമർശിക്കാൻ വിട്ടുപോയി, കാരണം അത് ഞാൻ പറയേണ്ടതായിരുന്നു. ഗായത്രീൻ്റെ ഒരു CD വേർഷൻ ഞാൻ പാടിച്ചിരുന്നു ഗായത്രി കൊണ്ട്. അപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു അതിനു മുമ്പ് ലാലുവേട്ടനാണ് എന്നോട് സജസ്റ്റ് ചെയ്തത് ഗായത്രി. അപ്പോൾ ഗായത്രിയെ കൊണ്ട് എനിക്ക് പാടിക്കാൻ ഉണ്ടായ ഗുണം എന്ന് പറഞ്ഞാൽ മറ്റേ ദോഷമായിട്ടല്ല ഞാൻ പറഞ്ഞത്. കാരണം ദാസാർ പാടിയപ്പോൾ ചില മൈന്യൂട്ടായിട്ടുള്ള ചില സാധനങ്ങൾ അദ്ദേഹം ഒരു ഫ്രീഡത്തിൽ ആണ് പാടുകയുള്ളൂ അദ്ദേഹം. അപ്പോൾ നമ്മളുടെ ഒരു ചില എന്താ പറയുക ഒരു പ്രിഫറൻസുകളുണ്ട്. ചില പാട്ടുകൾ നമ്മൾ ചെയ്യുമ്പോൾ ചില നോട്ടുകൾ നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും ഞാൻ ചെയ്തിരുന്നുള്ളൂ. അപ്പോൾ അത് ഒരു നിരാശയും ഒരു എന്താ പറയുക ഒരു നമുക്ക് ഒരിക്കലും പറ്റില്ല, അതുകൊണ്ടൊരു നിസ്സഹായാവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൊതിക്കാറുണ്ടെന്നും സിമ്പിളായിട്ടാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ഞാൻ ദാസേട്ടൻ പാടുമ്പോൾ അത് കൊതിക്കാറുണ്ടെന്നും പാടും എന്ന് പറഞ്ഞു അദ്ദേഹം. അപ്പോൾ അതൊക്കെ ഞാൻ തിരുത്തിയത്. അതുപോലെ മനമുരുകി പാടുന്ന പാട്ടിൽ, അങ്ങനെയാണ് പാട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു മനമുരുകി പാടുന്ന പാട്ടിൽ അങ്ങനെയുള്ള ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അത് ഗായത്രി പാടിയതിലൂടെയാണ് ഞാൻ അത് ഇത് ചെയ്തത്. അപ്പോൾ ഗായത്രിക്ക് അതിൻ്റെ എനിക്ക് നന്ദി ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനൂപ് പറഞ്ഞതുപോലെ നൊസ്റ്റാൾജിയ എന്ന് പറയുന്ന വാക്കിന് ഞങ്ങളിപ്പോൾ സംസാരിക്കരുത്. മലയാളം ഒരു പത്രം വളരെ പണ്ട് ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്താണെന്ന് എനിക്ക് തോന്നുന്നു, അതിൽ നൊസ്റ്റാൾജിയ എന്ന് പറയുന്ന വാക്കിനുള്ള മലയാളം വാക്ക് ക്ഷണിച്ചുകൊണ്ട് പത്രത്തിലൊരു ഇതുണ്ടായിരുന്നു. കാരണം അതുവരെ ഉണ്ടായിരുന്നില്ല. ഈ ഗൃഹാതുരത എന്നാണ് കൂടുതൽ, ഗൃഹാതുരത്വം എന്ന് പറയും. പക്ഷെ അത് നമ്മൾ ഹോംലി അല്ലെങ്കിൽ ഹോം സിക്ക് എന്നൊക്കെ പറയില്ലേ, ഹോം സിക്നെസ് എന്നൊക്കെ പറയുന്നു. അത് അത്രയേ ഉള്ളൂ ഗൃഹാതുരത എന്ന് പറയുന്നത്. വീട്ടിൽ നിന്നും അല്ലെങ്കിൽ നാട്ടിൽ നിന്നും മാറി നിൽക്കുമ്പോഴുള്ളൊരു അവസ്ഥ. ഈ പാട്ട് അതാണ്. ഇപ്പം ഈ ഗൃഹാതുരത പക്ഷേ നൊസ്റ്റാൾജിയയുടെ വൺ ഓഫ് ദ ഫീച്ചേഴ്സാണ്. ഒരു പ്രത്യേകത മാത്രമേ ആവുന്നുള്ളൂ. പക്ഷേ നൊസ്റ്റാൾജിയ അതിനേറെ മറ്റെന്തൊക്കെയാണ്. നമുക്ക് ഒരേ സമയത്ത് സന്തോഷവും സങ്കടവും ഒക്കെ തോന്നുന്നൊരു വികാരമാണ്. അത് അത്തരത്തിലുള്ള പാട്ടുകളാണ് നമ്മൾ ഈ റൗണ്ടിൽ എടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പല പാട്ടുകളും. ഇപ്പോൾ ചന്ദനം മണക്കുന്ന പൂന്തോട്ടം, നമ്മുടെ സ്വപ്നഗൃഹത്തെക്കുറിച്ചുള്ള പാട്ട്, പുളിയിലക്കരയോലും പുടവ ചുറ്റി കുളിർ ചന്ദന തൊടുകുറി ചാർത്തി. അങ്ങനൊരു യുവതി, മലയാളി യുവതിയെ നമുക്ക് എങ്ങനെയൊക്കെ എല്ലാ ദിവസവും കണ്ടാൽ ചിലപ്പോൾ ബോറടിക്കായിരിക്കും, എന്നാൽ പോലും എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ കണ്ടാൽ കൊള്ളാം എന്ന് തോന്നുന്ന ഒരു രൂപം. അതേപോലെ അങ്ങനെയുള്ളൊരു നഷ്ട സ്വപ്നം എന്തൊക്കെയോ ആണ്. അപ്പോൾ ആ പത്രത്തിൽ ഒരുപാട് പേരുകൾ വന്നിരുന്നു പിറ്റേ ദിവസം. അതിലൊന്ന് എന്നെ ആകർഷിച്ചൊരു വാക്ക് ഗതകാല തരള സ്മൃതി എന്നാണ്.
ഗതകാല തരള സ്മൃതി, അതാണ് നൊസ്റ്റാൾജിയ. അതാണ് ലോങ്ങിങ് ഫോർ ഗുഡ് ടൈംസ്. നല്ല ഒരു സമയം, ഇതല്ല ഇതിലും ബെറ്റർ ആയിട്ടുള്ള എന്തോ ഒരു നല്ല സമയമുണ്ട്, വളരെ പോസിറ്റീവായിട്ടുള്ള എന്തോ ഒരു സമയമുണ്ട് എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് നൊസ്റ്റാൾജിയ. അപ്പോൾ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അവസ്ഥയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. സങ്കടപ്പെട്ടാലും സന്തോഷിച്ചാലും നല്ലൊരു ഫീലിംഗ് ആണത്. ഓക്കെ, ഗുഡ് ലക്ക്. മാർക്ക് ഞാൻ പറയാം 27. താങ്ക് യു വിജേട്ടാ. ഗായത്രി ചേച്ചി, മാർക്ക് പറയുന്നതിന് മുമ്പായി ക്യാൻ യു സിംഗ് എ ഫ്യൂ ലൈൻസ് ഓഫ് ദിസ് സോങ് പ്ലീസ്? തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും. താങ്ക് യു ചേച്ചി. ഇനി ഫിഡലിന്റെ മാർക്ക് 27.5. താങ്ക് യു ചേച്ചി. താങ്ക് യു ചേച്ചി. അനുവേട്ടാ? ഫിഡൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ 27.75 ഔട്ട് ഓഫ് 30. താങ്ക് യു സർ. 27.75 on 30. ഫിഡൽ ഇനി ഓവറോൾ പെർഫോമൻസിന് എത്ര മാർക്ക് ഉണ്ട് നോക്കാം. ബിചേട്ടാ on 3. എക്സ്പ്രഷൻ 2.75. താങ്ക് യു സർ. താങ്ക് യു ബിചേട്ടാ. ഗായത്രി ചേച്ചി? 2.75. താങ്ക് യു ചേച്ചി. താങ്ക് യു ചേച്ചി. അനുവേട്ടാ? സ്റ്റൈൽ, ആറ്റിറ്റ്യൂഡ് ആൻഡ് പെർഫോമൻസ് വളരെ നന്നായിരുന്നു. ബിക്കോസ് ഈ പാട്ടിന് വേണ്ടത് അതിന്റെ ഫീൽ എക്സ്പ്രഷൻ ആണ്. ദാറ്റ് വാസ് വെരി ഗുഡ്. 3.75 ഔട്ട് ഓഫ് 4. Thank you, Anubeta. Fidel, your total score is 91.5 on 100. Fidel, നല്ല സ്കോർസ് ആണല്ലോ ഫിഡൽ. ഇനി 3 റൗണ്ടുകൾ കൂടെ ഉണ്ട്, അതിലും തകർത്ത് വാരാ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ചെറുപ്പകാലത്ത് ഞാൻ 24 ഹവേഴ്സും വീട്ടിൽ പാടിയിരുന്ന പാട്ടാണ്. ഓരോരുത്തർക്കും ഈ പാട്ട് നൊസ്റ്റാൾജിയ ആയിട്ട് അസോസിയേറ്റ് ആണ്. എന്റെ ചെറുപ്പകാലത്തെ താരാട്ട് പാട്ടായിരുന്നു ഈ പാട്ട്. ഉറങ്ങുന്നത് വൈദിസ് കൊലവറിയായിട്ടാണ്. അതെ. Jai Hind TV, for the family, for the nation. ജൂനിയർ ഐഡൽ സീസൺ 2 ഇന്നത്തെ എപ്പിസോഡിലെ ഫൈനൽ പെർഫോമൻസ് ആണ്. ഫൈനൽ പെർഫോമൻസ് റിട്രോ സ്റ്റൈൽ റൗണ്ടിലാണ്. റിട്രോ സ്റ്റൈൽ റൗണ്ടിൽ പെർഫോം ചെയ്യാൻ ഈ വേദിയിലേക്ക് എത്തുന്നു ഗ്രീഷ്മ കണ്ണൻ. Put your hands together for ഗ്രീഷ്മ. ഹായ് ഗ്രീഷ്മ. ഹായ്. വളരെ ഷൈനിങ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് ഏത് സോങ്ങാ പാടാൻ പോകുന്നത്? ഞാൻ കുർബാനി എന്നുള്ള ഫിലിമിലെ നസിയ ഹസൻ പാടിയ ആപ് ജൈസാ കോയി മേരി എന്നുള്ള പാട്ടാണ്. ഓക്കെ, നിനക്ക് പറ്റിയൊരു സോങ് തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നന്നായിട്ട് പാടുക. Thank you. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ലെറ്റ്സ് ഹാവ് എ ലുക്ക്.
നല്ല ക്യൂട്ട് പെർഫോമൻസ് ആയിരുന്നു. Thank you. നല്ല ഗ്രേസ്ഫുൾ ആയിരുന്നു, കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. Thank you. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഫോർ സെലക്ടിങ് ദിസ് സോങ്. ഇനി നമുക്ക് കമന്റ്സ് അറിയാം. ഗായത്രി ചേച്ചി. ഗ്രീഷ്മ, Hi, ചേച്ചി. യു ലുക്കിംഗ് സോ പ്രിറ്റി. ഒരു പ്രിൻസസ് മാതിരി ഉണ്ട്. Thank you, ചേച്ചി. വളരെ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. നല്ലൊരു പെർപ്പച്വൽ സ്മൈൽ ഉണ്ടായിരുന്നു മുഖത്ത്. പാടിയതും വളരെ നന്നായി പാടി, നല്ല ക്ലീനായി പാടി. ഈ പാട്ടിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഒരു ജനറേഷനെ മുഴുവൻ ഇൻടോക്സിക്കേറ്റ് ചെയ്തൊരു പാട്ടാണിത്. എൻ്റെ അച്ഛനും അമ്മയൊക്കെ അവസാനം ഓടി ചെവിയിൽ പഞ്ഞി വെക്കേണ്ട അവസ്ഥയായിരുന്നു. കാരണം ചെറുപ്പകാലത്ത് ഞാൻ 24 hours വീട്ടിൽ പാടിയിരുന്ന പാട്ടാണ്. ഒരു ഷാംപൂ ബോട്ടിലിനെ മൈക്കായിട്ടൊക്കെ സങ്കല്പിച്ചിട്ട് മിററിന്റെ മുമ്പിൽ ഒരു 5000 വശം പാടിയിട്ടുണ്ട്. അപ്പം അത്ര സ്പെഷ്യലായിട്ടുള്ളൊരു പാട്ടാണ്. അപ്പം ഇത് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ചില പോർഷൻസിൽ കുറച്ചുകൂടി ഒരു പവർ സിംഗിങ് ആവായിരുന്നു എന്ന് എനിക്ക് തോന്നി. വോയിസിന് കുറച്ചുകൂടി ഒരു ത്രോ കൊടുക്കായിരുന്നു. അത് മാത്രമേ എനിക്കൊരു കുഴപ്പം തോന്നിയുള്ളൂ. പക്ഷെ അത് പാടിയിരിക്കുന്നതും അങ്ങനെയാണ്. അപ്പം മോളെ പറയാൻ പറ്റില്ല. അന്ന് ഈ പവർ സിംഗിങ് കാര്യമായിട്ടില്ല. അന്ന് കുറെ കൂടി ഒരു ഡെമിയോർ സ്റ്റൈൽ ഓഫ് സിംഗിങ് ആയിരുന്നു ആ ജനറേഷനിൽ. എന്തായാലും നന്നായി പാടി. ഓവറോൾ വെരി വെരി ഗുഡ് പെർഫോമൻസ്. Thank you, ചേച്ചി. ബിജേട്ടാ. മോളെ എനിക്കും മറിച്ചൊന്നും പറയാനില്ല, അസലായിട്ട് പാടി കേട്ടോ. Thank you, sir. കുറച്ച് ഗായത്രി പറഞ്ഞ പോലെ ലോ രജിസ്റ്ററിലുള്ള പാട്ടാണല്ലോ, മൊത്തത്തിൽ അങ്ങനെയാണ് പാടുന്നത്. മോൾക്ക് അത് കംഫർട്ടബിൾ ആണ് താനും. നല്ല ഭംഗിയായിട്ട് പാടാറുണ്ടല്ലോ. കുറച്ച് മേലെ പോകുമ്പോഴല്ലേ ഇച്ചിരി അല്ലേ പ്രശ്നം വരാറുള്ളത്. ഇത് പാട്ട് നന്നായിട്ട് പാടി കേട്ടോ. നല്ല മോഡുലേഷനും എല്ലാം കേട്ടോ. ഗുഡ് ലക്ക്. ഗ്രീഷ്മ, കുർബാനി എന്ന സിനിമയിലെ വളരെ വളരെ പോപ്പുലർ ആയിട്ടുള്ള പാട്ട്, അന്നത്തെ ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റ്. ഓരോരുത്തർക്കും ഈ പാട്ട് നൊസ്റ്റാൾജിയായിട്ട് അസോസിയേറ്റ് ആണ്. എൻ്റെ ചെറുപ്പകാലത്തെ താരാട്ട് പാട്ടായിരുന്നു ഈ പാട്ട്. ബിക്കോസ് ഞാൻ 1 വയസ്സുള്ളപ്പോൾ ഈ പാട്ട് കേട്ടാണ് ഉറങ്ങിയിരുന്നത്. അപ്പോഴേ എത്ര വലിയ വില്ലനാണെന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ അത്രയും ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ഇത്. നസിയ ഹസൻ ഉറങ്ങുന്നത് വൈദിസ് കൊലവറി കേട്ടാണ്. അതെ, ഏകദേശം അതുപോലൊക്കെ ആയിട്ട് വരും ചേട്ടാ. നസിയ ഹസൻ എന്ന സിംഗർ പാടിയിരിക്കുന്നു. ബിഡ്ഡു എന്ന മ്യൂസിക് ഡയറക്ടറാണ്. ആൻഡ് സീനത്ത് അമൻ, നോട്ട് ടു ഫോർഗെറ്റ് ദറ്റ് ഗ്രേറ്റ് ആക്ട്രസ്. മോളുടെ ശബ്ദത്തിന് വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു പാട്ട്. മോള് ക്ലീൻ ആയിട്ട് അത് റെൻഡർ ചെയ്തു. അതാണ് ഏറ്റവും വലിയ ബ്യൂട്ടി. ഇതിന് ഒരു പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ടൊരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു ഫ്ലോ അല്ല പാട്ടില്. ചെറിയ ഈ പറഞ്ഞ പോലെ എനർജി എലമെന്റ് ഒന്നുകൂടി ആവാമെന്ന് ഗായത്രി പറഞ്ഞ പോലെ തോന്നി. ബട്ട് നെവർ മൈൻഡ്, അന്നത്തെ പാട്ട് ആ പാട്ട് റെൻഡർ ചെയ്തിരിക്കുന്ന ഈ സ്റ്റൈൽ തന്നെയാണ്. സോ വി കനോട്ട് കമന്റ് ഓൺ ദാറ്റ് ബേസിക്കലി. ബാക്കി എല്ലാം കൊണ്ടും തന്നെ വളരെ പ്ലീസിംഗ് ആയിട്ടുള്ള പെർഫോമൻസ്, വെരി ഗുഡ് അറ്റയർ, വെരി ഗുഡ് സ്റ്റേജ് പ്രസൻസ്, നല്ല ചിരി ഉണ്ടായിരുന്നു. പറ്റാവുന്ന സ്ഥലത്ത് കൊറിയോഗ്രാഫി ആയിട്ട് മിങ്കിൾ ചെയ്തു. ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ജഡ്ജസ്. ഗ്രീഷ്മക്കുട്ടി, ഇനി നമുക്ക് മാർക്സ് അറിഞ്ഞാലോ? ഓക്കെ, വിജേട്ടാ ഓൺ 30. 27.25. 27.25. ഗായത്രി ചേച്ചി 27.5. താങ്ക് യു ചേച്ചി. അനുവേട്ടാ മോളെ 27.5 ഔട്ട് ഓഫ് 30. Thank you, ഏട്ടാ. താങ്ക് യു. ഇനി നമുക്ക് ഓവറോൾ പെർഫോമൻസിന് എത്ര മാർക്ക് ഉണ്ടെന്ന് നോക്കാം. ബിജേട്ടാ ഓൺ 3. എക്സ്പ്രഷൻ 2.75. Thank you, sir. 2.75 ഓൺ 3. ഗായത്രി ചേച്ചി ആ പാട്ട് കൺവേ ചെയ്യേണ്ട ഫീലില് മോളുടെ പാട്ടിനുണ്ടായിരുന്നു. 2.75. Thank you, ചേച്ചി. താങ്ക് യു ചേച്ചി. അനുവേട്ടാ മോളെ വെരി ജെനുവൻ സ്റ്റൈൽ പെർഫോമൻസ് ആൻഡ് നല്ല സ്റ്റേജ് പ്രസൻസ് ഓൾസോ. സോ 3.75 ഔട്ട് ഓഫ് 4. താങ്ക് യു അനുവേട്ടാ. ഗ്രീഷ്മക്കുട്ടി, യുവർ ടോട്ടൽ സ്കോർ ഈസ് 91.5 ഓൺ 100. Thank you. നല്ല സ്കോർ ആണല്ലോ ഗ്രീഷ്മ. അപ്പം 5th സ്റ്റേജ് കുഴപ്പമില്ല അല്ലേ തുടങ്ങിയത്? ഇനി അതുപോലെ തന്നെ ആവട്ടെ 3 റൗണ്ടുകളും. ഓൾ ദ ബെസ്റ്റ്. അങ്ങനെ ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2ന്റെ 5th സ്റ്റേജിന്റെ ഫസ്റ്റ് എപ്പിസോഡോടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായി ഒരു കാര്യം ഞാൻ റിമൈൻഡ് ചെയ്യുന്നു. നമ്മുടെ മെയിൻ സ്പോൺസേഴ്സ് ആണ് ITL വേൾഡ് ട്രാവൽ മാനേജ്മെന്റ് കമ്പനി. നിങ്ങൾക്ക് നിങ്ങളുടെ ട്രാവൽ നീഡ്സിന് എപ്പോഴും ഒരു ഹെൽപ്പിംഗ് ഹാൻഡായി ITL വേൾഡ് ട്രാവൽ മാനേജ്മെന്റ് കമ്പനി is there for you. By remembering that, this is me Meghna signing out from your favorite show ITL World Junior Idol Season 2. Good night, take care and bye bye. കണ്ണാം തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. എനർജി ലെവൽസ് എപ്പോഴും പാട്ടിന് വേണം. അതില്ലെങ്കിൽ ഒരിക്കലും ആ പാട്ട് ശോഭിക്കുകയില്ല. ചിന്നത്തായവൾ തന്തരാസാവേ മുള്ളിൽ തോன்றிய ചിന്നരോസാവേ. വളരെ അപൂർവം പേർക്ക് നാച്ചുറൽ വോയിസിൽ ഇത്ര ഹൈ രജിസ്റ്റർ വരെ ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ആടെ
സുൻഹയുടെ ഒരു പ്രസൻസും സ്റ്റേജ് പ്രസൻസും ഒക്കെ നന്നായിരുന്നു കേട്ടോ, കമ്പയർഡ് ടു ദ അതർ സ്റ്റേജസ്. മാമലകൾക്കപ്പുറത്ത് മരതകപ്പട്ടുടുത്ത് മലയാളം എന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളം എന്നൊരു നാടുണ്ട്. I really love you for what you sang now. മനോഹരി നിൻ മനോരഥത്തിൽ മലരോടു മലർത്തൂവും മണിമഞ്ചത്തേരിൽ. ദാസർ പാടിയിട്ടുള്ള കുറച്ചൊരു കർണാട്ടിക് ബാണിയോട് കൂടിയാണ് പാടിയത്. അത് ശരത്ത് ഭംഗിയായിട്ട് പാടി. മോള് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്, ബട്ട് അഗെയിൻ റിപ്പീറ്റഡ് ലിസണിങ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നാക്കി റെൻഡർ ചെയ്യായിരുന്നു തോന്നി. ചന്ദനം മണക്കുന്ന പൂന്തോട്ടം, ചന്ദ്രിക മെഴുകിയ മണിമുറ്റം, ഉമ്മറത്തമ്പിളി നിലവിളക്ക്. ദൈവം, ഇതെന്താ ഡൈനമൈറ്റ് വാട്ട് സിംഗിങ്, ഗംഭീരായി പാടി. മഴത്തുള്ളി പളുങ്കുകൾ കിലു കിലു കിലുങ്ങുന്ന മണിച്ചിലം പണിയുന്നതാരോ, പ്രണയം പെയ്തിറങ്ങും പൂങ്കുളിരോ. അങ്ങനെ കുറച്ച് എക്സ്ട്രാ സാധനങ്ങൾ ഇടണം എന്ന് എനിക്ക് തോന്നുന്നു ഈ പാട്ടിന്. ആമോദത്തോടെ ഈ ഗാനം പാടാം, ഉല്ലാസത്തേരിൽ ആടിപ്പാടാം, സന്തോഷത്തോടെ ഒത്തുചേരാം, ആനന്ദത്തോടെ ജൂനിയർ ഐഡൽ. ഗാനവിസ്മയം തീർത്തു നമ്മളെന്നും ജൂനിയർ ഐഡൽ. ഉത്സവത്തിൽ മേളമായി നിങ്ങൾക്കൊപ്പം ജൂനിയർ ഐഡൽ. ആമോദത്തോടെ ഈ ഗാനം പാടാം, ഉല്ലാസത്തേരിൽ ആടിപ്പാടാം, സന്തോഷത്തോടെ ഒത്തുചേരാം, ആനന്ദത്തോടെ ജൂനിയർ ഐഡൽ. ഗാനവിസ്മയം തീർത്തു നമ്മളെന്നും ജൂനിയർ ഐഡൽ, ജൂനിയർ ഐഡൽ, ജൂനിയർ ഐഡൽ, ജൂനിയർ ഐഡൽ, ജൂനിയർ ഐഡൽ. Ideal World Junior Idol Season 2. Remy Tommy, Bijibal, Anup Shankar and Meghna's costume sponsored by Rajakumari Total Shopping, Attingal, Pothankot.